ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലബല ഹലബല ഹലബല ഹലബല. കർത്താവേ, അഭിഷേകം തുറക്കണമേ, ഞങ്ങളിൽ അങ്ങ് നൽകിയിരിക്കുന്ന അഭിഷേകം. ഓക്കെ, 1 യോഹന്നാൻ 2:27 പറയുന്നത്, കർത്താവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച അഭിഷേകം നിങ്ങളിലുണ്ട്. ആ അഭിഷേകം നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. 2 തിമോത്തി 1:6 പറയണത്, സ്റ്റിർ നിങ്ങളിൽ നൽകിയിരിക്കുന്ന അഭിഷേകത്തെ ജ്വലിപ്പിക്കുവിൻ. അതാണ് നമ്മൾ ഈ കൈവയ്പ്പ് പ്രാർത്ഥന. നമ്മളൊന്നും പുതിയതായിട്ട് ലഭിക്കുകയല്ല, ഇവിടെ നമ്മളിലെല്ലാം ഉണ്ട്. ആ നമ്മളിലുള്ളതിൻ്റെ ബേസിസ് നമ്മൾ പ്രബോധനത്തിൽ നിന്ന് പഠിക്കണം. അപ്പം അതാണ് ഈശോ തന്നെ പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്നുള്ളതിന് അർത്ഥം, എൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ ഈശോ എന്ന ആ ഈശോയുടെ ആ മിസ്റ്റിക്കൽ ബോഡി മുഴുവനിലും ഈ അഭിഷേകമുണ്ട്. അതായത് ഈശോയുടെ അവയവങ്ങളായ നമ്മളെല്ലാവരിലും ഈശോയിലുള്ള അഭിഷേകം ഉണ്ട്. അതാണ് ഇന്ന് രാവിലെ പ്രവചനം വന്നില്ലേ, അഹരോന്റെ തലയിൽ നിന്ന്, അത് ക്രിസ്തു, താടിയിലേക്ക് ഇറങ്ങി, അത് മാർപ്പാപ്പയും വൈദികരും. കഴുത്തിൻ്റെ പട്ട, അത് വൈദികൻ. അച്ഛൻ കോളറൊക്കെ വെച്ചേക്കണേ. കഴുത്തിൻ്റെ പട്ട, എന്താണ് കഴുത്തിൻ്റെ പട്ട? അതാണ് അച്ഛൻ്റെ കോളർ. പുരോഹിതൻ്റെ ആ തിരുവസ്ത്രത്തിൻ്റെ ഒരു പ്രധാന ചിഹ്നമാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ദ അനോയിന്റിങ് ഫ്ലോ ഫ്രം ദ ഹെഡ് ഓഫ് അഹ്റോൺസ് ഹെഡ് ത്രൂ ഹിസ് ബിയേർഡ് ടു ദ കോളർ. കോളർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മളാണ്. അവൻ്റെ അങ്കിയിലൂടെ ഒഴുകുന്നു. ഇതാണ് അതിൻ്റെ ഒരു ഹൈറാർക്കിക്കൽ ലെവൽ. എനിവേ, ഒരുപാട് പറയാൻ സമയമില്ല. അപ്പം ആ അഭിഷേകം നമ്മളിലുണ്ട്. എങ്ങനെ? ഈശോയിലുള്ള അഭിഷേകം. അതാണ് ഇവിടെ പറയുന്നത്. 753, പിതാവ് പരിശുദ്ധാത്മാവിനെ കൊണ്ട് അഭിഷേകം ചെയ്യുകയും പുരോഹിതനും പ്രവാചകനും രാജാവുമായി സ്ഥാപിക്കുകയും ചെയ്ത വ്യക്തിയാണ് യേശുക്രിസ്തു. ദൈവജനം മുഴുവനും ക്രിസ്തുവിൻ്റെ ഈ 3 ധർമ്മങ്ങളിലും ഭാഗവാക്കുകളാകുന്നു. അതിനാൽ അവയിൽ നിന്ന് ഉരുത്തിരിയുന്ന ദൗത്യത്തിനും സേവനത്തിനും വേണ്ടിയുള്ള ഉത്തരവാദിത്വങ്ങൾ അവർ വഹിക്കുകയും ചെയ്യുന്നു. അപ്പം നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഈശോ അപ്പോസ്തലന്മാരെ വിളിച്ച് ഉത്തരവാദിത്വം കൊടുത്തു. അതാണ് വിളി. ഇനി അവർക്ക് എന്ത് കൊടുക്കണം? ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ കൊടുക്കണം. അവൻ അവരെ വിളിച്ചു, എല്ലാ അധികാരങ്ങളും വരങ്ങളും കൊടുത്തു. സകല പിശാചുക്കളെ ബഹിഷ്കരിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും മരിച്ചവരെ ഉയർപ്പിക്കാനും ഉള്ള വരങ്ങൾ കൊടുത്തു. വിളിച്ചു, കൊടുത്തു, അയച്ചു. കണ്ടോ? ചുമ്മാ അയച്ചുകൊണ്ട് എന്താ കാര്യം? കർത്താവ് അത്ര മണ്ടനാണോ? നിങ്ങളങ്ങ് പോയിക്കോളാ, ഞങ്ങൾ എന്തുകൊണ്ടാണ് പോണത്, എന്ത് ചെയ്യാനാ പോണേ? അപ്പം ആ വരങ്ങളും ദാനങ്ങളും അഭിഷേകവും കൊണ്ടേ പോകാവൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളാരും പട്ടണം വിട്ട് ഇപ്പോൾ പോകരുത്. സ്വർഗത്തിലേക്ക് പോകും. ഇപ്പോൾ നിങ്ങളാരും പോകരുത്, നിങ്ങൾ പട്ടണത്തിൽ തന്നെ നിൽക്കുവിൻ. പിതാവിൽ നിന്നും ഞാൻ അയക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടുന്നത് വരെ നിങ്ങൾ പോയിട്ടൊരു കാര്യമില്ല. മനസ്സിലാവുണ്ടാവും. അപ്പോൾ ഇത് ഒരിക്കൽ നമ്മളിലേക്ക് വന്നു എന്ന് മാത്രമല്ല, എന്നും നമ്മളിലേക്ക് ഇത് ആവശ്യമുണ്ട്, എല്ലാ ദിവസവും. അപ്പോൾ ഇന്ന് നമ്മൾക്ക് വേണ്ടത് ഈ ഒരു പദ്ധതിയിലൂടെ നിങ്ങളെ കർത്താവ് തൻ്റെ പദ്ധതി അനുസരിച്ച് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള അഭിഷേകം നമ്മൾക്ക് തരികയാണ്. എന്നിട്ട് ആ അഭിഷേകം കൊണ്ട് അയക്കുകയാണ്. അങ്ങനെ അയക്കുമ്പോഴാണ്, അതാണ് ഈ സുവിശേഷത്തിൻ്റെ ഒരു കാര്യം. നമ്മൾ വീട്ടിലിരുന്ന അഭിഷേകം പ്രവർത്തിക്കില്ല.
എന്തിനാ അഭിഷേകം? ഫ്രിഡ്ജിൽ വെക്കാനാണോ? ഇറ്റ് ഈസ് ഫോർ എ മിഷൻ. മിഷൻ അതാണ്. എന്താ നിങ്ങളുടെ മിഷൻ? അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ, കർത്താവേ എനിക്ക് അഭിഷേകം വേണം. എന്തിനാ അഭിഷേകം? ഐ ഹാവ് എ മിഷൻ. കെന്നഡിയുടെ കാലത്ത് നടന്നൊരു സംഭവം ഇതാണ്. അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു ചന്ദ്രനിൽ പോകാമെന്ന്. അത് വലിയൊരു ഡിസ്കവറി ആയിരുന്നു. ഇനി അവരുടെ പ്രശ്നം, എങ്ങനെ പോണേ, ആരാ വിടണേ? ദേ നീഡ് എ മിഷൻ. അപ്പോൾ ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാവരും കൂടി പ്രസിഡന്റിൻ്റെ അടുത്ത് ചെന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചു ചന്ദ്രനിൽ പോകാം. ഇനി എന്ത് വേണം? ഒരാൾ ഇവരെ ഈ മിഷൻ കൊടുത്ത് അയക്കണം. ആരാ അയക്കണേ? ഇറ്റ് ഹാസ് ടു ബി എ കോമ്പിറ്റന്റ് അതോറിറ്റി. ആരെങ്കിലും പോകാൻ പറഞ്ഞാൽ നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞാൽ പറ്റുമോ? കെന്നഡി പറഞ്ഞു, യെസ്, ദാറ്റ്സ് യുവർ മിഷൻ, ഗോ. പ്രൈസ് ദ ലോർഡ്. സോ there is a mission or there is a vision and a mission. ഇനി ഈ റോക്കറ്റിന് തീ കൊടുക്കണം. ഫയർ. അപ്പൊ നമ്മുടെ അഭിഷേകം റോക്കറ്റിന് തീ കൊടുക്കണമായിരുന്നു. ഒരു പ്രാവശ്യം തീ കൊടുത്താൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. അത് പോയിക്കൊണ്ടേയിരിക്കും, പോയിക്കൊണ്ടേയിരിക്കും. ആ തീ കെടുത്താനും പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഒരു തമാശ പറയാനുണ്ട്. ഒരു പ്രൊട്ടസ്റ്റന്റ് പ്രഘോഷകൻ പറയാണ്, ദലൈല സാംസന്റെ അമ്മായിയപ്പൻ ദലൈലാനെ വേറൊരാളടുത്ത് അയച്ചു. ഇയാളുടെ ഭാര്യ. സാംസൺ ദേഷ്യം വരാതിരിക്കോ? സാംസന്റെ ഭാര്യയുടെ അപ്പൻ വേറൊരാളെ കൊണ്ട് കെട്ടിച്ചെന്ന് വേറൊരാളെ കൂടെ വിട്ടു. സാംസൺ അങ്ങ് വൈൽഡായി, ദേഷ്യമായിട്ട് എന്ത് ചെയ്യുന്നറിയോ? എനിക്കറിയോ അത്? സാംസൺ 300ഓളം കുറുക്കന്മാരെ വനത്തിൽ നിന്ന് പിടിച്ച് ഈ 2 പേരുടെ വാലൊരുമിച്ച് കെട്ടിയിട്ട് വാലിൽ തീ കൊടുത്തുകൊണ്ട് ഈ അമ്മായിയപ്പൻ്റെ വയലിലേക്ക് വിട്ടു. മനസ്സിലായോ? അപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ആ പ്രദേശം മുഴുവനും കത്തിച്ച് ചാമ്പലാക്കി. എന്തിനാണ് പറയണത്? കർത്താവ് ശമിക്കുക 70 പേരെ ഈ 2 പേരായി പിടിച്ച് വാലുമ തീ കൊടുത്ത് വിട്ടു. ലോകം മുഴുവനും കത്തിക്കാൻ. ഇങ്ങനെയൊക്കെ ചില തമാശകൾ മനസ്സിലാക്കുന്നതല്ലാണ്. തീ വേണം. അപ്പോൾ തീ ഒരിക്കൽ നമ്മളിൽ ഫയറായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മളിലൂടെ അങ്ങ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ വിചാരിക്കാത്ത കാര്യം, നമ്മൾ സ്വപ്നം കാണാത്ത കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ. എന്താ കർത്താവ് അതൊക്കെ പദ്ധതി ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ഇന്നലെ എനിക്കൊരാളൊരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്, തോമസ് പോൾ, വേർ ആർ യു? ഐ ആം ഇൻ വിയന്ന. അപ്പോൾ അയാൾ ഞാൻ മെഡ്ജുഗോരിയയിൽ ഫാദർ ലിയോൺസിനൊപ്പം കണ്ട ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോൾ അന്ന് ഞാൻ ശക്തമായിട്ട് എന്നെക്കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, യു വിൽ നോട്ട് ഡൈ, യു വിൽ ലീവ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ 1 വർഷമായി. എന്നിട്ട് ഇപ്പോഴും അയാളെന്നെ കോൺടാക്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നീ എവിടെയാ? നീ അയർലൻഡിലാണോ മെഡ്ജുഗോരിയയിലാണോ? ഇല്ല, ഞാൻ വിയന്നയിലാണ്. ഞാൻ നാളെ വിയന്നയിൽ വരെയാണ്, നീ എൻ്റെ ഓഫീസിൽ വായോ, ഐ വിൽ പ്രേ ഫോർ യു. അവനങ്ങ് ഭയങ്കര ഒരു കോയിൻസിഡൻസ്. ഹി നെവർ തോട്ട് ഐ വിൽ ബി ഇൻ വിയന്ന ടുമോറോ. അപ്പോൾ അവൻ ജീവിച്ചിരിക്കേണ്ടത് തന്നെ കേട്ടത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഹി വാസ് ഒരു ഹോപ്പില്ലാത്തൊരു കേസ് പോലെ ആയിരുന്നു. അപ്പോൾ ഓൾറെഡി ഐ ആം ഇൻ ഫയർ ടു പ്രേ ഫോർ ഹിം. അപ്പോൾ നമ്മൾ വിചാരിക്കാതെ ഇങ്ങനെ ആൾക്കാരെ അയക്കുകയാണ്. ഒരു 4th സ്റ്റേജ് ക്യാൻസർ പേഷ്യൻ്റ്, അവൻ സർവൈവ് ചെയ്യണു, യങ് മാൻ. അപ്പോൾ ഫാദർ ലിയോൺസിനറിയോ, മെഡ്ജുഗോരിയയിലെ നമ്മുടെ ഇംഗ്ലീഷ് സെക്ഷൻ്റെ
സ്പിരിച്വൽ ഡയറക്ടറും ഒരു മലയാളിയുമാണ് അദ്ദേഹം. എനിവേ, അപ്പോൾ വിചാരിക്കാതെ ഇങ്ങനെ ഓരോരുത്തരും നമ്മളുടെ പ്രാർത്ഥനയ്ക്കായിട്ട് ഇങ്ങനെ വന്നു വീഴുകയാണ്. ഞാനും വിചാരിച്ചിട്ടില്ല, അയാളും വിചാരിച്ചിട്ടില്ല. അപ്പം ഞാൻ നാളെ വിദ്യയുടെ വീട്ടിൽ പോകേണ്ട, ഞാൻ പറഞ്ഞു ഞാൻ നിൻ്റെ വീട്ടിൽ വരണില്ല, ഞാൻ ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഓഫീസിൽ തന്നെ തങ്ങാൻ പോകാണ്. ഇതാണ് വേറൊരു കാര്യം. മറ്റന്നാ രാവിലെ എനിക്ക് അയർലൻഡിൽ പോകേണ്ടതാണ്. -ഡിഗ്രിയാണ് അവിടെ ടെമ്പറേച്ചർ. അപ്പോൾ രാത്രി ഞാനിനി യാത്ര ചെയ്യേണ്ടെന്ന് ഉദ്ദേശിച്ചു. അപ്പം നമ്മൾ വിചാരിക്കാത്ത ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ്, ഒരു ക്യാൻസർ പേഷ്യൻ്റ് പ്രാർത്ഥിച്ച് ഹീലാകാതെ പറഞ്ഞാൽ ഇതൊരു വലിയ കാര്യമാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെയുള്ളതൊക്കെ നമ്മളെ നോക്കിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതൊരു ഉദാഹരണമാണ്. നമ്മൾ വിചാരിക്കാതെ ഇങ്ങനെ പല കേസുകളെയും കർത്താവ് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അഭിഷേകം എപ്പോഴും നമ്മൾ ഫയർ ആയിക്കൊണ്ടിരുന്നാൽ ആര് എപ്പോൾ വിളിച്ചാലും ഉടനെ നമ്മൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും. ഈ എക്സസൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾക്കൊരു ജ്വലനം ഉണ്ടാകുന്നത്. ഓക്കെ, ഞാൻ നീട്ടുന്നില്ല. അപ്പം ഇവിടെ 786 കൂടി ഒന്ന് അല്പം വായിക്കാം. അവസാനമായി ദൈവജനം ക്രിസ്തുവിൻ്റെ രാജകീയ ധർമ്മത്തിൽ പങ്കുപറ്റുന്നു. ക്രിസ്തു തൻ്റെ മരണവും ഉത്ഥാനവും വഴി സർവ മനുഷ്യരെയും തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് തൻ്റെ രാജകീയ ധർമ്മം നിർവഹിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ രാജാവ്, അതാണ് ഈ രാജാവ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ രാജാവാണ്? വല്ല നാട്ടുരാജാവാട്ടാണ്. പ്രപഞ്ചത്തിൻ്റെ രാജാവും കർത്താവുമായ ക്രിസ്തു തന്നെ എല്ലാവരുടെയും സേവകനാക്കി. അവിടുന്ന് വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും തൻ്റെ ജീവനെ അനേകരുടെ മോചനദ്രവ്യമായി കൊടുക്കാനുമാണ്. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഭരിക്കുക എന്നതിൻ്റെ അർത്ഥം അവിടുത്തെ ശുശ്രൂഷിക്കുക എന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും മതി. അപ്പം ഈ രാജകീയ അഭിഷേകം, ഈശോയിലുള്ള അഭിഷേകം നമുക്ക് തരുന്നത് ശുശ്രൂഷിക്കാനാണ്. ആ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് ഈ മറ്റുള്ള പ്രവാചകപരവും പൗരോഹിത്യപരവും എല്ലാം. അപ്പോൾ രാജകീയ പരത്തിൽ നിന്ന്, അതുകൊണ്ടാണ് യേശുവിലുള്ള രാജകീയ അഭിഷേകമാണ് മുന്നിട്ട് നിൽക്കുന്ന അഭിഷേകം. ആ രാജകീയ അഭിഷേകം അനുസരിച്ച് ശുശ്രൂഷിക്കാൻ, ഇപ്പോൾ വൈദികനായാലും ശുശ്രൂഷാ പൗരോഹിത്യമാണ്, ശുശ്രൂഷിക്കാനുള്ള പൗരോഹിത്യമാണ്. എന്നപോലെ നമ്മളിലും ഉള്ള രാജകീയ പൗരോഹിത്യം എന്ന് പറയുന്നതും ശുശ്രൂഷിക്കാനാണ്. അതോടൊപ്പം പ്രവാചക ദൗത്യത്തിൽ ഇപ്പോൾ മിക്കവാറും എല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇനി നിങ്ങൾ അത് പിന്നീട് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു കിൻഡർ ഗാർഡൻ സെഷനേ ആയിട്ടുള്ളൂ നമ്മുടെ ഈ പ്രോഗ്രാം, മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതിൻ്റെ അടുത്ത ലെവല് അങ്ങനെ പല ലെവലുകളുണ്ട്. അപ്പം ഇപ്പം തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്തോളൂ. ഇനി ഞാൻ വരുന്നത് ജൂൺ മാസത്തിലാണ്. ആ ജൂൺ മാസത്തിൽ ഓൾറെഡി 3-4 പ്രോഗ്രാം നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജൂൺ അവസാനമോ ജൂലൈ ആദ്യമോ ഇതുപോലെ ഇവിടെ തന്നെ നമുക്ക് ഇതുപോലെ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ്. ഇത് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. എനിക്കാണെങ്കിൽ എല്ലാ ദിവസവും വീട്ടിൽ പോവുകയും ചെയ്യാം. ഇറ്റ്സ് വെരി നിയർ. ഇവിടെ നമുക്ക് സൗണ്ട് പ്രൂഫാണ്. നമുക്ക് ഇത്തിരി ഒച്ചയിൽ സ്തുതിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ആൻഡ് ഗുഡ് അറ്റ്മോസ്ഫിയർ. അപ്പം നിങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് കൂടിയ ഒരു എണ്ണം ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇറ്റ് ഈസ് വർക്കിംഗ് ഇല്ലേ? ഇപ്പോൾ പലരിലും പ്രവചനങ്ങൾ ഉണ്ടായി. എല്ലാവരിലും പ്രവചനം ഉണ്ടാകണം. അപ്പോഴും അതുവരയ്ക്കും നിങ്ങളിത് എക്സസൈസ് ചെയ്യുകയും നിങ്ങൾ തന്നെ ഇടയ്ക്ക് ഇതേമാതിരി ഗ്രൂപ്പ്, ഇപ്പോൾ ഈ 3-4 പേര് ഗ്രൂപ്പായിട്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കൂടാലോ, അത് ചെയ്യണം. അങ്ങനെ ഇത് കെട്ടുപോകാതെ ഇത് ജ്വലിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് ഇനി അടുത്ത ലെവലിലേക്ക് നമ്മൾ കയറാൻ കുറേ കൂടി ഈ പ്രവചന വരത്തെക്കുറിച്ചുള്ള കുറേ കൂടി പ്രബോധനങ്ങളും പ്രാക്ടീസും വേണം. പ്രാക്ടീസ്. ഇപ്പോൾ നമ്മൾ പ്രവചന വരത്തിനെ ആദ്യം ചെയ്യുന്നു പറഞ്ഞിട്ട് നടന്നില്ല. ഇന്നേ നടന്നുള്ളൂ ശരിക്കും. അവസാന ദിവസം
ഇനി അടുത്ത പ്രോഗ്രാമിന് ആദ്യ ദിവസം തന്നെ നമ്മൾ പ്രവചനപരത്തിൻ്റെ വർക്ക്ഷോപ്പ് ആവും, അങ്ങനെ നയിക്കപ്പെടുകയാണെങ്കിൽ. അപ്പോൾ നമ്മളിൽ ഒരുപാട് പേരിൽ ഈ പ്രവചനപരം ആക്ടിവേറ്റായി ചിലർ മയക്ക് കിട്ടിയാൽ പിന്നെ നിർത്താത്ത മാതിരി അങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിർത്താൻ പറ്റുമോ? പരിശുദ്ധാത്മാവല്ലേ സംസാരിക്കണേ, മനസ്സിലാവുന്നുണ്ടോ? ആർക്കറിയാം, മഞ്ജുവൊക്കെ അങ്ങനെ ആവോ ഇല്ല. ഒറ്റ സംശയമുള്ളൂ സഹോദരിമാർക്ക്, എന്താണെന്നറിയോ? അപ്പൊ ഈ പൗലോസ്ലീഹ എന്താ പറഞ്ഞത്? സ്ത്രീകളോട് മിണ്ടരുത്. ഇത് ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചോദിക്കാം അയാളോട്, അല്ലാണ്ട് എന്ത് പറയാനാ? അപ്പം ഓക്കെ. അപ്പം നമുക്ക് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിച്ച് നമുക്ക് വേണ്ടത് നല്ല അഭിഷേകത്തിലുള്ള സ്തുതിപ്പ് വേണം. അങ്ങനെ ആ സ്തുതിപ്പ് നല്ല ഒരു അനോയിൻറ്റിങ് വരുമ്പോൾ എനിക്കറിയാം ഈ അനോയിൻറ്റിങ്ങിൻ്റെ ആ ഒരു ലെവൽ. അപ്പോൾ ഞാൻ വിളിക്കും, അപ്പോൾ അച്ഛനും വിളിക്കും, ഇങ്ങനെ നിൽക്കും, ഓരോരുത്തരായിട്ട് ഇവിടെ നിൽക്കും. ഞാനും അച്ഛനും നിൽക്കുക, മുട്ടുകുത്തുക ചെയ്യാം. മുട്ടുകുത്താം, അല്ല മുട്ടുകുത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കസേരയിട്ടിരിക്കാം, നോ പ്രോബ്ലം. വീഴുമെന്ന് പേടിയുള്ളവരുണ്ടെങ്കിൽ കസേരയിൽ ഇരിക്കാം, നമുക്ക് ഇവിടെ വീഴേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനും അച്ഛനും നിങ്ങളിൽ ഈ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ സമയത്ത് ഒരു പ്രവചനം വരും. അത് വളരെ വാലിഡാണത്. അത് എനിവേ ഇറ്റ് വിൽ ബി ഇൻ ദ റെക്കോർഡ് ഹിയർ. ഇത് ഉണ്ടാവും. നിങ്ങൾ ഫോൺ ഉള്ളവർ വേണമെങ്കിൽ ആ ഫോൺ ഇവിടെ വെച്ചാൽ റെക്കോർഡ് അമർത്തി, അപ്പോൾ അത് റെക്കോർഡ് ആയിക്കോളും. അപ്പോൾ യു ക്യാൻ ലിസൺ ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ. ഓക്കെ, റെഡി? അപ്പോൾ നമുക്കിനി ആദ്യം എഴുന്നേറ്റ് നിന്ന് ഗാനം ആലപിച്ച് നമ്മൾ ഈ പാട്ട് ആദ്യ നൂറ്റാണ്ടിൽ എന്നുള്ള അതെല്ലാവരും ഫ്രീ ആയിട്ട് സ്തുതിക്കാൻ പറ്റിയൊരു ഗാനമാണ്. അങ്ങനെ പാടി നമ്മളങ്ങ് ആത്മാർത്ഥമായിട്ട് ഭാഷാപരത്തിൽ സ്തുതിക്കണം. അങ്ങനെ അഭിഷേകം വരണം, എന്നിട്ട് നമ്മൾ പ്രാർത്ഥന തുടങ്ങും. യെസ്, സ്റ്റാർട്ട്. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. Come Holy Spirit, come Holy Spirit, come Holy Spirit. Oh Holy Spirit, anoint us, anoint us, Holy Spirit. പരിശുദ്ധാത്മാവേ, open the anointing. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ, കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. മഴയെ വീണ്ടും അയക്കണമേ, ജനമുണർന്നിടുവാൻ, മഴയെ വീണ്ടും അയക്കണമേ, ഹലബല 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 ഭാഷാവൃത്തിൽ ഹലബല 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 അച്ഛൻ വേയോ ശലബല ഹലബല ഹലബല ശലബല ഹലബല ഹലബല
Shalabala, halabala, halabala, halabala. Shalabala, halabala, halabala. Shalabala, halabala, halabala. Shalabala, bala, 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 bala. Shalabala, halabala, halabala. Come, Holy Spirit. Come, Holy Spirit. Let the anointing of the Lord come down. Let the anointing of the Lord come down. Amen. Let the anointing of the Lord come down. Shalabala, come on. Oral varam. Miriam. Shalabala, halabala, halabala. Shalabala, halabala, halabala, halabala. Shalabakara, kila labara makara. Shalabala, halabala, halabala, halabala. Shalabala, halabala, halabala. Shalabala, halabala, halabala. Shalabala, halabala, halabala. Shandala kila labara makara. Shira kila labara makara. Hira labara makara. Hira labara makara. Maru hira. മകളെ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നിന്നിൽ ഞാൻ സംപ്രീതനാണ്. നിന്നിൽ ഞാൻ എന്റെ അഭിഷേകത്തെ ജ്വലിപ്പിക്കുന്നു. നിന്നിലുള്ള പ്രവചനപരത്തെ പൂർവാധികം ഞാൻ ജ്വലിപ്പിക്കുന്നു. നിന്നിൽ പ്രവചനപരമുണ്ട്, ഭാഷാപരം, രോഗശാന്തിപരം, ദർശനപരങ്ങൾ, പ്രഘോഷണപരം, മധ്യസ്ഥ പ്രാർത്ഥനാപരം, ഈ വരദാനങ്ങളെല്ലാം നിനക്ക് നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഞാൻ പൂർവാധികം ശക്തിയോടെ ജ്വലിപ്പിക്കുന്നു. പോകുവിൻ, പ്രഘോഷിക്കുവിൻ, നീ ധൈര്യമായി പ്രഘോഷിക്കുവിൻ. ഇതിനുള്ള പ്രഘോഷണ വരത്തെ ഇതാ തുറക്കുന്നു. ഇതിലുള്ള പ്രവചന വരത്തെ ഇതാ തുറക്കുന്നു. You can pray, you can speak something. അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇതാ നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ദൈവം നൽകുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. മലാഖമാർ ഇങ്ങനെ ഭയങ്കര ഗ്ലോറിയസ് ആയിട്ട് ഇറങ്ങി വന്ന് ബ്ലെസ് ചെയ്യുന്നുണ്ട്. വൃന്ദം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണം. ഇനി എന്താ വേണ്ടേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വിസിറ്റേഷൻ ഓഫ് മേരി, വിസിറ്റേഷൻ ഓഫ് മേരി, അവളുടെ പേര് തന്നെ മിറിയം എന്നാണ്. അപ്പൊ വിസിറ്റേഷൻ ഓഫ് മേരിയിലെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, മറിയം എലിസബത്തിനെ അഭിവാദനം ചെയ്ത മാത്രയിൽ എലിസബത്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞിട്ട് പ്രവചിക്കാൻ തുടങ്ങി. പ്രവചനപരമാണ് അവിടെ. അപ്പൊ നിന്നിലുള്ള പ്രവചനപരം ശക്തമായിട്ട് തുറന്നിരിക്കുന്നു. യൂസ് ഇറ്റ്. ഓക്കേ. പൗലോസിന്റെ തീഷ്ണത. ഹല്ലേലൂയ, ആമേൻ. വെരി ഗുഡ്. ഗോഡ് ബ്ലെസ് യു. ഓക്കേ, കൈയടിച്ച് നന്ദി പറയാം. Shala hala bala hala bala hala bala. Shala hala bala hala bala hala bala. Shala ba shala bala 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 bala. Sudikya hala la hala la hala la. Shala bala hala bala hala bala. 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 Shala makara. Tira la pura makara. Syria la bara makara. Urru la bara makara. Syria la bara makara. Shanda la bara. Shalaba, 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 shalaba. ഇതിലുള്ള പ്രവചനപരത്തെ ജ്വലിപ്പിക്കുന്നു. പ്രവചനപരം, ഭാഷാപരം, ഭാഷാപരത്തിന്റെ വ്യാഖ്യാനപരം, രോഗശാന്തിപരം, പ്രഘോഷണപരം, വ്യക്തിത്വ പ്രാർത്ഥനാപരം, ശുശ്രൂഷാപരം, ശുശ്രൂഷാപരം. ശുശ്രൂഷാപരത്തെ ജ്വലിപ്പിക്കുന്നു. ശുശ്രൂഷാപരത്തെ അഭിഷേകം ചെയ്യുന്നു. നീതി മുതൽ കൂടുതൽ അഭിഷേകത്തോടെ ശുശ്രൂഷിക്കും.
നിന്റെ പ്രഘോഷണത്തെ ലോകം മുഴുവനിലേക്കും ശക്തമായ ഹീലിംഗ്, അതിശക്തമായ ഹീലിംഗ്. ലോകത്തോട് മുഴുവൻ നീ പ്രഘോഷിക്കും. നിന്റെ പ്രവചനത്തിലൂടെ വലിയ കാര്യങ്ങൾ ഞാൻ ലോകത്തിൽ ചെയ്യാം. സ്നാപക യോഹന്നാനെ പോലെ താടിയും മുടിയൊക്കെ നീട്ടി വളർത്തി ഭയങ്കര അസറ്റിക് ആയ ഒരു ജോസ്. അപ്പൊ ഇങ്ങനെ കടലിൽ കൂടി ഒരു വള്ളത്തില് ഒരു പ്രവാചകനെ പോലെ കര ഉയർത്തിപ്പിടിച്ച് ദേശത്തെ മുഴുവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മത്തായി ശ്രീകട് പറഞ്ഞ പോലെ നീ ലേവിയോട് പറഞ്ഞില്ലേ, നിന്റെ സ്ഥലം വിട്ടു പോവുക, നിന്റെ കണക്ക് കൂട്ടലുകൾ വിട്ടിട്ട് നീ പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. ഈശോ കുഷ്ഠരോഗി ചോദ്യം ചോദിക്കുന്നു, 10 പേരല്ലേ സുഖപ്പെട്ടത്, എന്നിട്ട് ബാക്കി 9 പേർ എവിടെ? നന്ദി പറയാം കർത്താവിന്, നന്ദി പറയാം, എല്ലാവരും നന്ദി പറയാം. കർത്താവേ നന്ദി, നന്ദി, നന്ദി. നന്ദി പറഞ്ഞ് കൈയടിച്ച് നന്ദി പറയാം. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. Amen. Amen. സ്തുതിക്കാം. ഹല്ലേലൂയ. അടുത്ത ആൾ വരാം. പരിശുദ്ധാത്മാവേ നിറയണേ, 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 നിറയണേ. ശലബല ഹലബല 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 ശലബല ഹലബല 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 ശലബല ഹലബല ശിയലബല മിയല ബുറ ഈലമതല മിയല ബാറ ശക്തമായ അഭിഷേകം, ശക്തമായ 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 അഭിഷേകം. മകളെ, നിന്റെ യോഗ്യതകളെ ഞാൻ അഭിഷേകം ചെയ്യുന്നു. നിന്റെ എല്ലാ യോഗ്യതകളെയും ഞാൻ അഭിഷേകം ചെയ്യുന്നു. നിന്നിൽ ഞാൻ നിവേശിപ്പിച്ചിരിക്കുന്ന അഭിഷേകത്തെ ജ്വലിപ്പിക്കുന്നു. പ്രവചനവരം, നിന്നിലുള്ള പ്രവചനവരത്തെ തുറക്കുന്നു. രോഗശാന്തിവരം, പ്രഘോഷണവരം, ദർശനവരങ്ങൾ, മധ്യസ്ഥ പ്രാർത്ഥനാവരം, ശുശ്രൂഷാവരം, പ്രബോധനവരം. നിനക്ക് പ്രബോധനവരം തരുന്നു. പ്രബോധനവരത്തെ വർദ്ധിപ്പിക്കുന്നു. നീ കൂടുതൽ പ്രബോധനങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. അഭിഷേകത്തോടെ പ്രബോധനം ചെയ്യും. പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന പ്രത്യേക കൃപകൾ ഈ നിമിഷം കർത്താവ് ചൊരിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് വചനത്തെ സ്നേഹിക്കാൻ, വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ, പ്രവാചകയാവാനായിട്ട് ഉഷകാല നക്ഷത്രം എന്ന് ഈശോ പറഞ്ഞു. ഉഷകാല നക്ഷത്രം എന്ന് പറയുന്നു. അടുത്ത ആൾ വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കണം, സ്തുതിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അഭിഷേകം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ ഹലബല 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 ഹലബല. Come Holy Spirit, come Holy Spirit. ഹലബല 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 ശലബല ഹലബല ഹലബല ശല്ലമറക്കില റബുലമറക്കില ഹീരിയലമറക്കില. മകനെ, നിന്നെ ഞാൻ അഭിഷേകം ചെയ്യുന്നു. നിന്നിലുള്ള പ്രവചനവരത്തെ തുറക്കുന്നു. പ്രഘോഷണവരത്തെ പൂർവാധികം ശക്തിപ്പെടുത്തുന്നു. രോഗശാന്തി വരം, അത്ഭുത രോഗശാന്തി വരം, നിന്നിൽ അത്ഭുത രോഗശാന്തി വരം. ശലബല ഹലബല ഹലബല വിശ്വാസവരം. ശലബല ഹലബല 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 ശലബല ഹലബല ഹലബല
പ്രബോധനവരം, 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 ശുശ്രൂഷാവരം, എല്ലാം ജ്വലിപ്പിക്കുന്നു, ജ്വലിപ്പിക്കുന്നു. അഭിഷേകം, അഭിഷേകം. ആമേൻ, ആമേൻ. അതിശക്തമായ ഭാഷാവരം നൽകി ദൈവം ഈ നിമിഷം അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു ഡെലിവറൻസ്, ഇപ്പൊ നമ്മൾ പ്രാർത്ഥന സമയത്ത് വലിയൊരു ഡെലിവറൻസ് സംഭവിച്ചു. പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടി ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഉറപ്പ്. പുത്തൻ തുടക്കങ്ങൾക്ക് ആത്മാവ് ശക്തി കൊടുക്കുന്നു. ആമേൻ. Praise the Lord. Next. Hallelujah. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദ്യ നൂറ്റാണ്ടിലെ anointing, anointing, open the anointing, open the anointing. Shalabala, halabala, halabala, shalabala, halabala, halabala, shalabala, halabala, halabala, Shaviyara pura, Rumpura, pura, Bia Lamara, Kira, Male, Nindeyu, നിന്റെ മുഴുവൻ കുടുംബത്തെയും ഞാൻ അഭിഷേകം ചെയ്യുന്നു. ഇതിലൂടെ നിന്റെ കുടുംബത്തെ മുഴുവനും ഞാൻ അഭിഷേകം ചെയ്യുന്നു. നിന്റെ കുടുംബം മുഴുവനും എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യൂ. ഭയപ്പെടേണ്ട. എന്റെ അഭിഷേകം നിന്റെ ഭർത്താവിനും ഞാൻ നൽകിയിരിക്കുന്നു. പ്രവചനവരത്തെ തുറക്കുന്നു, പ്രബോധനവരത്തെ തുറക്കുന്നു, പ്രബോധനവരത്തെ കൂടുതൽ അഭിഷേകമാക്കുന്നു. എന്റെ പ്രബോധനം, എന്റെ പ്രബോധനം എന്റെ അല്ല, എന്നെ അയച്ചവന്റെ എന്നപോലെ എന്റെ പ്രബോധനം മാത്രം പ്രബോധിപ്പിക്കുക, അഭിഷേകത്തോടെ പ്രബോധിപ്പിക്കുക. നിന്നിൽ പ്രബോധനം നടത്തുമ്പോൾ രോഗശാന്തി നടക്കും. നീ വചനം പ്രഘോഷിക്കുമ്പോൾ രോഗശാന്തി ഉണ്ടാകുന്നത് ശ്രദ്ധിക്കുക. ദർശനവരകൾ ടിമിഡ് നേച്ചർ മാറ്റിയിട്ട് ഭയങ്കര ധൈര്യമുള്ള നേച്ചർ കർത്താവ് തരുന്നു. അഭിഷേകത്തോടെ വചനം പ്രഘോഷിക്കാനുള്ള ഹീലിംഗ് തമ്പുരാൻ തരുന്നുണ്ട്. ഉറപ്പ് ഹീലിംഗ് കൊടുക്കാനുള്ള കൃപയും തരുന്നുണ്ട്. അപ്പസ്തോലന്മാർ കൊടുത്ത അതേ പരിശുദ്ധാത്മാവിന് തീനാവുകളായിട്ട് ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ആത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ട്. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുനാമം ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുനാമം ബന്ധിച്ച് ഡെലിവറൻസ് അതിശക്തമായ ഡെലിവറൻസ്, അതിശക്തമായ പ്രഘോഷണവരത്തെ ഞാൻ തുറക്കുന്നു, പ്രവചനവരം തുറക്കുന്നു, ദർശനവരങ്ങൾ തുറക്കുന്നു, രോഗശാന്തിവരം തുറക്കുന്നു, പ്രബോധനവരം തുറക്കുന്നു, മധ്യസ്ഥ പ്രാർത്ഥനാവരം തുറക്കുന്നു. നിന്നെയും നിന്നിലൂടെ നിന്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു.
ഒത്തിരി ദൂരം യാത്ര ചെയ്ത് വചനം പ്രഘോഷിക്കാനുള്ള ഒരു പ്രത്യേക കൃപ തമ്പുരാൻ നൽകുന്നുണ്ട്. വചനം പ്രഘോഷത്തിനുള്ള ദൂര സ്ഥലങ്ങളിൽ പോയി വചനം പ്രഘോഷിക്കാനുള്ള വലിയ കൃപ നൽകുന്നുണ്ട്. ഇതിൽ ഹീലിംഗിനുള്ള വലിയ ശക്തി നൽകുന്നുണ്ട്. വചനത്തെ വ്യാഖ്യാനിക്കാനും അത് എഴുതാനും ഒത്തിരി തലമുറകളെ കൊടുക്കാനുള്ള പ്രത്യേകമായ കൃപ തരുന്നുണ്ട്. ആമേൻ. Praise the Lord. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ ശക്തമായി നിന്നിൽ ഞാൻ സംപ്രീതനാ, നിന്നെ ഞാൻ അഭിഷേകം ചെയ്യും. അത്ഭുത രോഗശാന്തി വരം, പ്രവചനവരം, നിന്നിൽ എന്റെ പ്രവചനവരത്തെ ഞാൻ തുറക്കുന്നു. നീ അവരം തുറക്കുമ്പോൾ എന്റെ വചനം അത്തി പോലെ നിന്റെ അവരത്തിൽ നിന്ന് പുറപ്പെടും. പ്രഘോഷണപരം, പ്രബോധനപരം, അഭിഷേകത്തോടെ പ്രബോധനം നടത്തുന്നതിന് പ്രത്യേക ജ്ഞാനം ഞാൻ തുറക്കുന്നു. കൂടുതൽ ജ്ഞാനം ഞാൻ നിനക്ക് നൽകുന്നു. നിന്റെ കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. കൂടുതൽ പ്രബോധനങ്ങൾ പഠിക്കാനുള്ള ദാഹം നൽകുന്നു. മോശയുടെ സഹോദരിയായി മിറിയാമിനെ പോലെ പ്രവചിക്കുമെന്ന് പറയുന്നു. ശക്തമായ രോഗശാന്തി വരവും അത്ഭുതം പ്രവർത്തിക്കാനുള്ള വരവും തമ്മിൽ നൽകുന്നു. ജസ്റ്റ് പ്രാർത്ഥിക്കുമ്പോൾ പോലും വലിയ അത്ഭുതങ്ങൾ, മറ്റൊരു ഇൻഡസ്ട്രി ചെയ്യുമ്പോഴത്തേക്ക് വലിയ അത്ഭുതങ്ങൾ അതോട് സംഭവിക്കുന്നു പറയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. Come Holy Spirit, come Holy Spirit, come Holy Spirit, come Holy Spirit, come Holy Spirit. നിന്നെ ഞാൻ ഉയർത്തിയിരിക്കുന്നു. നിന്നിലൂടെ അനേകരെ ഞാൻ അഭിഷേകം ചെയ്യുന്നു. നീ അനേകരെ എന്നിലേക്ക് കൊണ്ടുവരും. നിന്നിലുള്ള പ്രഘോഷണപരം, പ്രവാചകപരം ഞാൻ തുറക്കുന്നു. ദർശനപരങ്ങൾ, രോഗശാന്തിപരം, പ്രബോധനപരം, ശുശ്രൂഷാപരം. ശക്തം 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 അതിശക്തം. കാലിക്കൂടി ഈശോ പിറന്നപ്പോൾ ഏറ്റവും വലുതായി മാറിയതുപോലെ ചേച്ചി ഈശോയിൽ നിറഞ്ഞുകൊണ്ട് ഒത്തിരി പ്രശസ്തിയിലേക്ക്, ആത്മാവിനാൽ നിറഞ്ഞ് ഒത്തിരി പ്രശസ്തിയിലേക്ക് ഉയരാൻ പോകുന്നു. കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. ഇതിന് ചേച്ചിയിലൂടെ കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും.
ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നിന്റെ അതരത്തിലൂടെ നിന്റെ ഹൃദയത്തിലൂടെ അനേകരെ ജ്വലിപ്പിക്കും. പ്രവചനവരത്തെ തുറക്കുന്നു. പ്രഘോഷണവരം, പ്രബോധനവരം, രോഗശാന്തിപരം, ശുശ്രൂഷാവരം, ദർശനവരങ്ങൾ ഇവയെല്ലാം പൂർവാധികം അഭിഷേകമാക്കുന്നു. മകളെ, നീ ലോകത്തിൻ്റെതല്ല, നീ ലോകത്തിന്റെ രീതിയിലുമല്ല ജീവിക്കുന്നത്. സ്വർഗത്തിന് സാദൃശ്യമായ രീതിയിൽ ജീവിക്കുന്നു. അത് തുടരാനുള്ള വലിയ ശക്തിയും കിട്ടും. വരും തലമുറ നിന്നിലുള്ള മാതൃത്വത്തെയും നിന്റെ സ്ത്രീത്വത്തെയും കണ്ട് അനുകരിക്കുമെന്ന് പറയത്തക്ക വിധം അത്ര ശക്തമായ അഭിഷേകവും അനോയിന്റിങ്ങും നിറഞ്ഞിരിക്കുന്നു. Amen. Amen. Let the anointing of the Lord come down. Let the anointing of the Lord come down. ആദ്യ നൂറ്റാണ്ടിലെ അതിശക്തമായ 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 മകനെ, നിന്നിൽ ഞാൻ ജ്വലിക്കുന്നു, നിന്നിൽ ഞാൻ ജ്വലിക്കുന്നു, നിന്നെ ഞാൻ പുതിയ ശുശ്രൂഷകൾ വരമേൽപ്പിക്കുന്നു, നിന്നിൽ ഞാൻ പുതിയ കാര്യം ചെയ്യും, നിന്നിലൂടെ പുതിയ ശുശ്രൂഷകൾ ഞാൻ തുറക്കുന്നു, പ്രവചനവരം തുറക്കുന്നു, പ്രഘോഷണവരം തുറക്കുന്നു, ശുശ്രൂഷാവരം തുറക്കുന്നു, ദർശനവരങ്ങൾ നിനക്ക് ഞാൻ പുതിയ ജ്ഞാനം നൽകുന്നു. കാട്ടിലെ ഏറ്റവും ഭയപ്പെടുന്ന സിംഹത്തെ പുലിയോ അല്ല, ചെന്നായാണെന്ന് കർത്താവ് പറയുന്നത്. നിനക്കൊരു ചെന്നായുടെ വിളിയാണെന്ന് പറയുന്നു. ഏറ്റവും ശക്തമായിട്ട് ഈ ലോകത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ, ലോകത്തിലെ ഇഷ്ടങ്ങളെ മറിച്ചിടാൻ, പുതിയ കാര്യങ്ങൾ ഈ ലോകത്തിന് കൊടുക്കാൻ, എല്ലാവരും കർത്താവിലേക്ക് നോക്കി ദൈവമേ സ്തുതി, പ്രൈസ് ദി ലോർഡ് എന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ തക്ക വിധം വലിയ അത്ഭുതങ്ങൾ നിന്നിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്നു പറയുന്നു. Praise the Lord. Hallelujah. Hallelujah. ആദ്യ നൂറ്റാണ്ടിൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ശലബല ഹലബല ഹലബല ശലബല ഹലബല ശലബല ഹലബല ഹലബല ശല്ലബറ ശല്ലബറ. മകളെ, നിന്റെ പ്രാർത്ഥനയ്ക്കായി ഞാൻ കാതോർക്കുന്നു. നിന്നിലുള്ള മധ്യസ്ഥ പ്രാർത്ഥന വരത്തെ ഞാൻ ജ്വലിപ്പിക്കുന്നു. ഇതിലുള്ള പ്രവചന വരത്തെ തുറക്കുന്നു. ഈ ജെറുസലേം ദേവാലയ
ഹന്നായെ പോലെ നീ ദിനരാത്രം എന്നെ ആരാധിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. നിന്നിലൂടെ അനേകരിലേക്ക്, ലോകം മുഴുവനിലേക്കും തന്നെ കൃപ ചൊരിയുന്നു. നിന്നിലൂടെ നിന്റെ കുടുംബത്തെ ഞാൻ വിമോചിപ്പിക്കുന്നു. ബ്രദർ പറഞ്ഞ അതേ മെസ്സേജ് തന്നെയാണ് എനിക്ക് വന്നത്. ഹന്നയെ പോലെ ദൈവത്തിന് മുമ്പിൽ ഒരു പ്രവാചകയെ പോലെ അത്ര അനുഗ്രഹീതമായ പ്രാർത്ഥനയാണ്. ഓരോ പ്രാർത്ഥനയും സ്വർഗ്ഗം എണ്ണി വെച്ചിരിക്കുന്നു, കണ്ണുനീർ തുള്ളികൾ കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു. ബ്രദർ അവസാനം നടത്തിയ ആ പ്രാർത്ഥന ഒരു ഹ്യൂജ് ഡെലിവറൻസ് ആയിട്ട് വീട്ടിലേക്ക് പതിച്ചിരിക്കുന്നു, വലിയൊരു ഡെലിവറൻസ് ആയിട്ട് മാറിയിരിക്കുന്നു. Thank you, Lord. Hallelujah. Hallelujah. Amen. 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 Hallelujah. 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 Amen, 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 നിന്നെ ഞാൻ ഉയർത്തിയിരിക്കുന്നു. നിന്നിലൂടെ വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്യും. നിന്റെ പ്രബോധനവരത്തെ പുത്തൻ അഭിഷേകമാക്കുന്നു. നിന്നിലുള്ള പ്രവചനവരം തുറക്കുന്നു. നിന്നിലുള്ള ദർശനവരങ്ങൾ, പ്രബോധനവരങ്ങൾ, രോഗശാന്തി വരങ്ങൾ, മധ്യസ്ഥ പ്രാർത്ഥനാ വരങ്ങൾ, ഇവയെല്ലാം അഭിഷേകമാക്കുന്നു. നീ കൂടുതൽ പഠിക്കും, പഠിക്കാൻ വേണ്ടി പഠിക്കും. നീ കൂടുതൽ പ്രബോധനങ്ങൾ സ്വീകരിക്കുമ്പോൾ നിന്നെ ഞാൻ ശക്തയായ പ്രബോധകയാക്കി മാറ്റും. നിന്റെ വേദനകളും മുറിവുകളും പരാജയങ്ങള് അപമാനങ്ങള് കർത്താവിന്റെ മഹത്വത്തിന് അർപ്പിച്ചിട്ട് സ്വർഗത്തിന് വലിയ പ്രവാചകമായിട്ട് മാറുന്നത്. പാസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കർത്താവിന്റെ ശുശ്രൂഷകയായിരിക്കാനുള്ള ഏറ്റവും വലിയ ശക്തിയും പ്രചോദനവും. പ്രബോധനത്തിനുള്ള അധികാരം കർത്താവ് നൽകുന്നു. പ്രതി വചനം വായിക്കാനും വ്യാഖ്യാനിക്കാനും തിരുസഭയുടെ ലേഖനങ്ങൾ അത് വായിച്ച് മനസ്സിലാക്കി വ്യാഖ്യാനിച്ചു കൊടുക്കും വലിയൊരു വരം തമ്പുരാൻ നൽകുന്നു. ആമേൻ. 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 ആദ്യ നൂറ്റാണ്ടിലെ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോട്ടെ. യേശുവിന്റെ നാമത്തിൽ മകനെ, നിന്നിൽ ഞാൻ നിന്നെ ഞാൻ ഉയർത്തിയിരിക്കുന്നു. നിന്നിലുള്ള പ്രവചനവരത്തെ തുറക്കുന്നു, പ്രഘോഷണവരത്തെ ജ്വലിപ്പിക്കുന്നു, പ്രബോധനവരത്തെ പുതിയ പന്ഥാവിലേക്ക് ഞാൻ നയിക്കുന്നു. ഈ ശക്തനായ
പ്രബോധകനാക്കി മാറും. ആമേൻ 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 സുവിശേഷം പ്രഘോഷിക്കുക മാത്രമല്ല, സഭാ പ്രബോധനങ്ങൾ നീ പ്രബോധിപ്പിക്കും. അനേകരെ നേടും, അനേകരെ നേടും, അനേകരെ പ്രകാശിപ്പിക്കും. വലിയൊരു ഡെലിവറൻസ് പ്രാർത്ഥന സമയത്ത് വലിയൊരു ഡെലിവറൻസ് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സുവിശേഷ പ്രഘോഷണത്തിനുള്ള വലിയൊരു വരം ലഭിച്ചിട്ടുണ്ട്. ദൂരദേശങ്ങളിലൊക്കെ ബെയർ ഫുട്ടായിട്ടൊക്കെ പോയി വചനം പ്രഘോഷിക്കുന്ന രീതിയിൽ അത്ര പെയിൻ എടുത്തുകൊണ്ട് തന്നെ സുവിശേഷം പ്രഘോഷിക്കാനുള്ള വലിയൊരു പ്രത്യേക ശക്തിയും ആത്മാവിന്റെ കൃപയും ഈ നിമിഷം തന്നെ സാധനം ലഭിച്ചിരിക്കുന്നു. ആമേൻ. Hallelujah, hallelujah, hallelujah. Let the anointing of the Lord come down. Let the anointing of the Lord come down. Amen. Praise the Lord. ആദ്യനൂറ്റാണ്ടിലെ അനുഭവമോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യനൂറ്റാണ്ടിലെ അനുഭവമോ അതിശയം നിന്നിലൂടെ നിന്റെ കുടുംബത്തെ മുഴുവനും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഞാൻ അനുഗ്രഹിക്കുന്നു. നിന്നിലൂടെ കുഞ്ഞുങ്ങളിലേക്ക് ജ്ഞാനം പകരുന്നു, നിന്റെ കുഞ്ഞുങ്ങളിലേക്ക് ദൈവിക ജ്ഞാനം ഞാൻ പകരുന്നു. നിന്നെ ഞാൻ എന്റെ പ്രവാചകയാക്കിയിരിക്കുന്നു. നിന്റെ പ്രഘോഷണവരം തുറക്കുന്നു, പ്രവചനവരം തുറക്കുന്നു, അത്ഭുത രോഗശാന്തി തുറക്കുന്നു. അനേകം കുടുംബങ്ങളെ നീ ആശ്വസിപ്പിക്കും, അനേകം അമ്മമാരെ നീ ആശ്വസിപ്പിക്കും. വചനത്തിന്റെ ആഴം മനസ്സിലാക്കാൻ, അതിന്റെ ഏറ്റവും കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ കാലഘട്ടത്തിൽ വ്യാഖ്യാനിക്കാനുള്ള പ്രത്യേക കൃപ തരുന്നു. നിന്റെ എല്ലാം തിരുശേഷിപ്പാക്കി മാറ്റുന്ന കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. പൂർണ്ണമായ വിശുദ്ധി കുടുംബത്തിന് മുഴുവൻ കർത്താവ് ഓഫർ ചെയ്യുന്നു. ആദ്യനൂറ്റാണ്ടിലെ അനുഭവം അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യനൂറ്റാണ്ടിലെ അനുഭവമോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ ഓക്കെ ആദിയിലെന്ന പോലാത്മാവേ അധികബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. തുറക്കുന്നു. ഇതിലുള്ള വചന പ്രഘോഷണവരം തുറക്കുന്നു. ശുശ്രൂഷകനാണ് ഞാൻ വിളിച്ചിരിക്കുന്നു. ശുശ്രൂഷ മേഖലയുടെ വലിയൊരു ലോകം. നീ എന്റെ ശുശ്രൂഷകനായിരിക്കും, ദൈവിക ശുശ്രൂഷകനായിരിക്കും. ശരീരത്തിലും മനസ്സിലും ആത്മാവില് പരിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ, ശരീരത്തിൽ വിശുദ്ധമായി കാത്തുസൂക്ഷിക്കാൻ. നീ നടന്നു പോകുന്ന ഇടങ്ങളിൽ പത്രോസൊക്കെ നടന്നു പോയപ്പോൾ നിഴലടിച്ചവർക്ക് പോലും രോഗശാന്തി ലഭിച്ചതുപോലെ നിന്റെ വിശുദ്ധി മൂലം നിന്റെ ചുറ്റുപാടുകൾക്ക് വലിയ അനുഗ്രഹം ഉണ്ടായിരിക്കും. ആമേൻ. ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ
മകനെ നിന്നെ ഞാൻ പൂർവാധികം ഉയർത്തിയിരിക്കുന്നു. നിന്നുള്ള അഭിഷേകത്തെ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. രോഗശാന്തി വരം, പ്രബോധനവരം, പ്രഘോഷണവരം, പ്രവചനവരം, മധ്യസ്ഥ പ്രാർത്ഥനാവരം, ദർശനവരം, ഡെലിവറൻസ്, പിശാചുക്കളുടെ മേൽ നിനക്ക് ഞാൻ ആധിപത്യം നൽകുന്നു. Praise the Lord. Hallelujah. Hallelujah. നോഹയ്ക്ക് പുകർത്തുമ്പോൾ ഒരു പ്രത്യേക വിളി കാലഘട്ടത്തിൽ തന്ന് അനുഗ്രഹിക്കുന്നു. നോഹയ്ക്ക് കൊടുത്തപ്പോൾ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് ഈ ലോകത്തെ അടുത്ത ലെവലിലേക്ക് നയിക്കാൻ വലിയൊരു വിളി കൊടുക്കുന്നു. ഉപവാസം, പ്രാർത്ഥന, പെനൻസ് ഒക്കെ എടുക്കാനായിട്ട് ഒരു പ്രത്യേകം വലിയൊരു ബോധ്യവും അതിനുള്ള അവസരവും അതിനുള്ള കഴിവും തമ്പുരാൻ നൽകി പ്രത്യേകമായിട്ട് ആത്മാവ് അനുഗ്രഹിക്കുന്നു. ആമേൻ. അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം പ്രഘോഷണവരം പ്രബോധനവരം തുറക്കുന്നു. നീ കൂടുതൽ പഠിക്കും. സുവിശേഷവും സുവിശേഷ വ്യാഖ്യാനവും കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളും പഠിക്കാൻ നിന്നിൽ ഞാൻ ഇതാ ഒരു ദാഹം നൽകുന്നു. നീ പഠിക്കുമ്പോൾ നീ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് സ്പിരിറ്റ് ഓഫ് കൺസിസ്റ്റൻസി, നിലനിൽപ്പിനുള്ള ആത്മാവിന്റെ പ്രത്യേക വരം നൽകി അനുഗ്രഹിക്കുന്നു. വചനം പ്രഘോഷിക്കാനുള്ള വലിയ കൃപ നൽകുന്നു. രോഗശാന്തി ശുശ്രൂഷക്കുള്ള വലിയ ലോക ആത്മാവ് ഓപ്പൺ ചെയ്തു. ആമേൻ. ആമേൻ. ആത്മാവേ ശക്തി പകർന്നിടണേ. നിന്റെ ആത്മാവിനെ ജ്വലിപ്പിക്കുന്നു. നിന്നിലുള്ള പ്രഘോഷണവരം തുറക്കുന്നു, പ്രബോധനവരം തുറക്കുന്നു, രോഗശാന്തിവരം, പ്രവചനവരം, പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിന് വരം തുറക്കുന്നു. നിന്റെ കാലുകൾക്ക് ഞാൻ കലമാന്റെ വേഗം നൽകുന്നു. വചനം പ്രഘോഷണം, ഓടി നടന്ന് വചനം പ്രഘോഷിക്കാനുള്ള ധീരതയും സ്ഥിരതയും ഉത്സാഹമൊക്കെ തമ്പുരാൻ നൽകുന്നുണ്ട്. വചനവും സഭാ പഠനങ്ങളും ഒക്കെ ഏറ്റവും ഹാർഡായ സാധനങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനും അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പ്രത്യേക കൃപ കർത്താവ് വലിയ ശുശ്രൂഷ, ഒരു ഫുൾ ടൈം ശുശ്രൂഷ മേഖല തമ്പുരാൻ തുറന്നു വരുന്നു. ആമേൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ
ശക്തി പകർന്നിടണേ. ശലബല ഹലബല 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 ശലബല കീര ആത്മാവേ ഇതിലൂടെ ശക്തി 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 വലിയ കാര്യം സ്വർഗത്തിന് ശക്തി സ്വർഗത്തിന് ശക്തി നിന്റെ രോഗശാന്തി വരുത്താൻ നീ ഉപയോഗിക്കുന്നു. നിന്നെയും നിന്റെ ഭാര്യയെയും സൗഖ്യപ്പെടുത്തുന്നു. ആമേൻ 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 പ്രവചനവരം തുറക്കുന്നു. പ്രഘോഷണവരം രോഗശാന്തി വരം പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നവരം ദർശനവരങ്ങൾ പ്രബോധനവരം തുറക്കുന്നു. ഇരുന്നുകൊണ്ട് ഇങ്ങനെ സീരിയസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കണം. ഈശോ ചോദിച്ചു എന്താണ് എഴുതുന്നത്? പറയാണ് ഇവന്റെ സ്വർഗത്തിന്റെ കണക്കെടുപ്പുകാരനാണ്. ഒത്തിരി ആത്മാക്കളെ നേടാനുള്ള വലിയൊരു കൃപ, അറിയപ്പെടാത്ത രീതിയിൽ ശുശ്രൂഷയാണ് കൃപ. പക്ഷെ മിനിസ്റ്റർ ഒരു കോർണർ സ്റ്റോൺ ആയിട്ട് മാറും. മിനിസ്റ്റർ കോർണർ സ്റ്റോൺ ആയിട്ട് മാറി ഒത്തിരി മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാനും പ്രചോദിപ്പിക്കാനും എപ്പോഴും ബിഹൈൻഡ് ദ സീനൊക്കെ ആയിരിക്കും. പക്ഷെ ഒത്തിരി ശുശ്രൂഷയാണ് വലിയ കൃപ തമ്പുരാൻ നൽകുന്നുണ്ട്. ആമേൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ശാലബല ഹലബല ആത്മാവേ 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 നിറയട്ടെ നിറയട്ടെ. കുടുംബം 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 മകനെ നിന്നിൽ ഞാൻ സംപ്രീതനാണ്. നിന്നിൽ ഞാൻ നൽകിയിരിക്കുന്ന വരങ്ങളെ ചലിപ്പിക്കുന്നു. പ്രവചനവരത്തെ ശക്തിപ്പെടുത്തുന്നു. ഇതിലുള്ള പ്രവചനവരത്തെ കൂടുതൽ ശക്തമായി തുറക്കുന്നു. പ്രവചിക്കുവിൻ. നിന്റെ ആദരത്തിലൂടെ എന്റെ വചനം പാറയെ തകർക്കുന്ന കൂടം പോലെ ആമേൻ 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 ആമേൻ. മക്കളെ ഓർത്തൊക്കെ ഇടയ്ക്ക് വിഷമിച്ചിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു നിന്റെ മക്കളത് സ്വർഗം സന്തോഷിക്കുന്നു. നീ നിന്റെ മക്കൾക്ക് കൊടുത്തതിനെ ഓർത്തും അവരെ എന്നോട് ചേർത്ത് നിർത്തി സ്വർഗം സന്തോഷിക്കുന്നു. അതുപോലെ ഈ ലോകത്തിലെല്ലാം മക്കളെ വളർത്താനായിട്ട് നിന്റെ സകല കഴിവുകൾ ഉപയോഗിച്ച് വചനം പ്രഘോഷിക്കാന്ന് പറയും. നിനക്ക് പറ്റുന്ന എല്ലാ അവസരങ്ങളിലും മക്കളെ സ്വർഗത്തിന് ഹിതകരമായ രീതിയിൽ വളർത്താനുള്ള സുവിശേഷം പ്രഘോഷിക്കുക. ഒരു സെയിലറെ പോലെ പൗലോസുകാരെ പോലെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഓടിപ്പാഞ്ഞു പോവുകയാണ്. ഒരു സ്ഥലത്ത് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത സ്ഥലത്തേക്ക് ഏറ്റവും ശക്തമായിട്ടും വേഗതയിലും വചനം പ്രഘോഷിക്കാനുള്ള വ്യഗ്രത, ദൈവത്തെ പറ്റിയുള്ള വ്യഗ്രത നിന്നെ തകർത്തു കളയുന്നു എന്ന് പറയും. ദൈവത്തെ പറ്റിയുള്ള വ്യഗ്രത. ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു വേണ്ട. ആമേൻ 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 ആമേൻ. യേശുവേ ശക്തി, യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി. മകളെ നിന്നിലുള്ള പ്രബോധന വരത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നു. നീ കൂടുതൽ ശ്രേഷ്ഠയായ ഒരു പ്രബോധന നിന്നിലുള്ള പ്രവചനവരം പ്രഘോഷണവരം ഉയർത്തുന്നു. മധ്യസ്ഥ പ്രാർത്ഥന ദർശനവരങ്ങൾ പ്രവചനവരം തുറക്കുന്നു. നിന്നിലൂടെ കുടുംബം മുഴുവനും അനുഗ്രഹിക്കപ്പെടുന്നു. ശക്തമായ ഡെലിവറൻസിന്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് തരുന്നുണ്ട്. പ്രത്യേകിച്ച് ആരും നമുക്കൊരാളെ കാണുമ്പോൾ പോലും ഇങ്ങനെ കുരിശ് ഏറിൽ വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ പോലും, നടന്നു പോകുന്ന ഇടങ്ങളിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ പോലും അതിശക്തമായ ഡെലിവറൻസ് വ്യക്തികളിൽ
ആ സ്ഥലങ്ങളിലൊക്കെ സംഭവിക്കപ്പെടുന്നു. ആമേൻ. എല്ലാവരും കരങ്ങൾ നീട്ടി അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. ശാലബല ഹാലബല ഹാലബല ശാലബല ഹാലബല ഹാലബല എല്ലാ വരദാനങ്ങളും എല്ലാ അഭിഷേകവും തുറക്കുന്നു. രോഗശാന്തി പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നു. Gift of deliverance. Gift of deliverance. Gift of deliverance. പരിശുദ്ധാത്മാവേ കൂടുതൽ പ്രബോധനത്തിലേക്ക് നീങ്ങുക. പ്രബോധനപരം, ദർശനപരങ്ങൾ, ശുശ്രൂഷാപരം, പുതിയ ശുശ്രൂഷകൾ നിന്നിലൂടെ ഞാൻ തുറക്കും. Praise the Lord. Amen. Hallelujah. Amen. Amen. Hallelujah. 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 Let the anointing of the Lord come down. Let the anointing of the Lord come down. Amen. Praise the Lord. Hallelujah. Wow. Praise the Lord. Shala halabala 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 halabala. Shalabala halabala halabala halabala. Shalabala halabala halabala halabala. ശക്തമായ ദൈവമേ, അതിശക്തമായ anointing, അതിശക്തമായ anointing. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിശക്തമായ anointing. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Gift of deliverance. Gift of prophecy. പ്രവചനവരം, പ്രഘോഷണവരം തുറക്കും. പ്രവചനവരം തുറക്കും. പുതിയ ശുശ്രൂഷകൾ തുറക്കുന്നു. ഇനിയും ഉപവസിക്കും. ഉപവാസത്താലും പ്രാർത്ഥനയാലും അനേകരെ അനുഗ്രഹിക്കും. ശുശ്രൂഷാവരം സഭയിൽ പ്രധാന സഭയിൽ ശ്രേഷ്ഠന്മാരോടൊപ്പം ശുശ്രൂഷിക്കും. ആമേൻ 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 ആമേൻ. സങ്കീർത്തനങ്ങളുടെ പുതിയ ശുശ്രൂഷകൾ തുടങ്ങും. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. ഒരു സൈലൻസിലേക്ക് പ്രവേശിക്കാനായിട്ട് ദൈവം പറയുന്നു. അതിനുശേഷം വലിയൊരു പ്രവാചകനായിട്ട്, അതിശക്തനായ പ്രവാചകനായിട്ട് പുറത്തു വരുന്നു. ഒരു സൈലൻസിന്റെ ഒരു കാലഘട്ടത്തിന് ശേഷം അതിശക്തമായ പ്രവാചകനായിട്ട് പുറത്തു വരുന്നു. ഹല്ലേലൂയ. ഇനി നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കും? എൻ്റെ രോഗശാന്തിക്ക് കൂടി വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കൊരു പുതിയ പാൻക്രിയാസ് വേണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം ബാക്കിയൊക്കെ പ്രാർത്ഥിച്ചു വെച്ചു. എല്ലാവരും കർത്താവേ സൗഖ്യം നൽകണമേ, ശക്തി നൽകണമേ. സ്വർഗത്തിന്റെ ശക്തിയെ, സ്വർഗത്തിന്റെ ശക്തിയെ, അഭിഷേകമേ ഇറങ്ങട്ടെ 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 ഇറങ്ങട്ടെ. രോഗശാന്തി അധികാരം നാമത്തിൽ, നിന്റെ നാമത്തിൽ, നിന്റെ നാമത്തിൽ, നിന്റെ നാമത്തിൽ, നിന്റെ നാമത്തിൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വർഗത്തിന്റെ ശക്തിയെ തുറക്കപ്പെടട്ടെ, തുറക്കപ്പെടട്ടെ, തുറക്കപ്പെടട്ടെ. സ്വർഗത്തിന്റെ ശക്തിയെ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു ഊഷര ഭൂമിയിൽ ഒടിഞ്ഞു നിൽക്കുന്ന മരങ്ങളൊക്കെ ഉള്ളായിരുന്നു. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു വലിയൊരു ഹീലിംഗിന്റെ പ്രേയർ സംഭവിച്ചപ്പോഴത്തേക്ക് ആ മരുഭൂമി മുഴുവൻ നിങ്ങൾ പച്ചപ്പ് നിറയുന്നു. മരങ്ങളിലേക്കൊക്കെ ഒരു പച്ചപ്പ് കയറി വരുന്നു. വലിയൊരു പുത്തൻ ആകാശവും പുത്തൻ ഭൂമി എന്ന് കർത്താവ് പറഞ്ഞ പോലെ ഒരു പച്ചപ്പും ഹരിതാപയും കൊണ്ട് നിറയാൻ പോകുന്നു. പുതിയ ശുശ്രൂഷകളുടെ വലിയൊരു കാലഘട്ടം ആരംഭിക്കാൻ പോകുന്നു. ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിശക്തമായ നിറയട്ടെ 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 നിറയട്ടെ. വലിയ ഡെലിവറൻസ് നടക്കട്ടെ, നടക്കട്ടെ.
എനിക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലാന്ന് കർത്താവ് എനിക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലാന്ന് കർത്താവ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. ആമേൻ, 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 ആമേൻ. ഒരു നിമിഷം നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ടീമുകളെല്ലാം ഇപ്പോൾ ദിനരാത്രം പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ സെന്ററുകളും കുടുംബത്തിനും എല്ലാം വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനാ ടീമുകൾക്ക് വേണ്ടി നാട്ടിലും വിദേശത്തുമുള്ള എല്ലാവരെയും കർത്താവെ അനുഗ്രഹിക്കണേ. ഏഞ്ചൽസ് ആർമിയുടെയും കിങ്ഡം മിനിസ്ട്രിയുടെയും എല്ലാ സ്ഥലത്തും മധ്യസ്ഥ പ്രാർത്ഥന നയിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവെ പുത്തൻ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മക്കളെ അനുഗ്രഹിക്കണമേ, ഭാര്യയെ അനുഗ്രഹിക്കണമേ. അതോടൊപ്പം ഈ ശുശ്രൂഷകൾ യൂട്യൂബിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരിലും ഈ വരദാനങ്ങളെല്ലാം അഭിഷേകമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായ അഭിഷേകം, ഹീലിംഗ് ഉണ്ടാവട്ടെ, ഹീലിംഗ് ഉണ്ടാവട്ടെ. കർത്താവേ, 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 നിന്റെ രാജ്യം വരട്ടെ. യോർ കിങ്ഡം കം, യോർ വിൽ ബി ഡൺ, യോർ കിങ്ഡം കം, യോർ വിൽ ബി ഡൺ. ഡെലിവർ us from evil. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയാണ് നമ്മൾ രാവിലെ ഒരുമിച്ച് സ്തുതിച്ച പോലെ ഈ ഏഞ്ചൽസ് ആർമിയുടെ മിനിസ്ട്രിയെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുക്കാൻ പറ്റാത്തവർക്കും അനുഗ്രഹം കൊടുത്തുകൊണ്ട് ഈ ഏഞ്ചൽസ് ആർമിയെ സപ്പോർട്ട് ചെയ്യുന്നവരും ഇതിൻ്റെ മാനുഫാക്ചേഴ്സിനെയും ഇതിൻ്റെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും പൂർവാധികം ശക്തിയോടെ ഒരു വലിയ സ്തുതിപ്പ്. ആ സമയത്ത് നിങ്ങൾക്ക് ദർശനങ്ങളും പ്രവചനങ്ങളും കിട്ടുന്നതെല്ലാം പറയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, 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 ആരാധന, സ്തുതി, ആരാധന, സ്തുതി, ആരാധന. ശാല ബല ഹല ബല ഹല ബല ഹല ബല ശാല ബല ഹല ബല ഹല ബല ഹല ബല ശാല ബല ഹല ബല ഹല ബല ഹല ബല ശാല ബല ഹല ബല ഹല ബല 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 ബല. Open all gates, open all gates. ശാല ബല ഹല ബല ശാല ബല 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 ബല. എല്ലാവരിലും എല്ലാ അഭിഷേകവും തുറക്കട്ടെ. ഏഞ്ചൽസ് ആർമിയെ മുഴുവനും പുത്തൻ അഭിഷേകത്തിലേക്ക് നയിക്കണമേ. ഇപ്പോ ആർക്കാണ് ദർശനം പ്രവചനം എല്ലാം കിട്ടുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് പറയൂ. ഒരു ടവർ ഓഫ് ഏഞ്ചൽസ് കണ്ടു, ഹ്യൂജ് ടവർ, ടവർ ഓഫ് ഏഞ്ചൽസ്, ടവർ ഓഫ് ഏഞ്ചൽസ്. പിന്നെ ഹൃദയം, കോണ്ടിനൻസ്. ഒന്ന് ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വരാം നമ്മളെ. ഒരു വലിയ ഡയമണ്ട്, അതിങ്ങനെ ഭയങ്കര ഒരു പ്രത്യേക കളറിലുള്ള, ഇതുവരെ കാണാത്ത അത്രയും വലിയൊരു ഡയമണ്ട് ഇങ്ങനെ ആകാശത്ത് സസ്പെൻഡ് ചെയ്ത് കിടക്കുകയാണ്. ഭയങ്കര വെട്ടിത്തിളങ്ങുന്ന ഒരു ഡയമണ്ട്. Praise the Lord. Hallelujah. 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 അത് ഡിസ്പെൻസിങ് ഗ്രേസിന്റെ ഇഫക്റ്റ് ആണ്. അത് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് മിനിസ്റ്ററിൽ വർഷിക്കാൻ ആഗ്രഹിക്കുന്ന, ഡിസ്പെൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഹ്യൂജ് ഗ്രേസ് ഇങ്ങനെ കണ്ടെയ്ൻ ചെയ്ത് കിടക്കുന്നതാണ്. നമ്മൾ പ്രിപ്പയർഡ് ആകുമ്പോൾ നമ്മളിലൂടെ ആത്മാവ് ഭൂമിയിലേക്ക് വർഷിക്കുന്നു. നിന്നെ കുറിച്ചുള്ള പ്രവചനം തന്നെ അതായിരുന്നു. ബ്രദർ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ വലിയൊരു സ്ട്രീം മുമ്പിൽ കൂടി ഇങ്ങനെ ഒഴുകണമായിട്ട് കണ്ടു. ഒരു ജീവജലത്തിന്റെ ഉറവ പോലെ വലിയൊരു സ്ട്രീം. ഒന്ന് സൂചിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഒഴുകണമേ, ഒഴുകണമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.
അതിനകത്ത് അത് ആ ഒരു വലിയ സ്ട്രീമില് ഇങ്ങനെ ചെറിയ ചെറിയ തടകെട്ടി ഓരോ സൈഡിലേക്ക് ഒഴുക്കി വിടാനുള്ളതാണ് ഏഞ്ചൽ സാറിനോട് ബിൽഡ് ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിന് വേണ്ട ഓരോ ഇതുകൾക്കും വേണ്ട സാധനങ്ങൾ വിങ് ആയിട്ട് ഒഴുക്കി വിടാനുള്ളതാണ് നമ്മുടെ ബിൽഡ് ചെയ്യുന്നത്. അത് ഓരോരുത്തർക്കും മനസ്സിലാക്കി തരാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാനായിട്ട്. കോൾ വിത്തിൻ ദ കോൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഒരിക്കൽ കൂടി കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് 18 സംഗീതത്തിൽ 18 രണ്ടുപേര് പാടിയിട്ട് നന്ദി പറയാം. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹരോന്റെ ഭവനം പറയട്ടെ, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിന്റെ ഭക്തന്മാർ പറയട്ടെ. ഇനി എല്ലാവരും ഇരിക്കുക. ഇനി അവസാനമായിട്ട് ഇപ്പൊ നമ്മൾ ഈ ധ്യാനത്തിന്റെ മുഴുവൻ ടോട്ടാലിറ്റിയിലേക്ക് വന്നു. നിങ്ങൾ കുറെ പേരൊക്കെ പലതും പങ്കുവച്ചു നേരത്തെ, ദാറ്റ് ഈസ് ഗുഡ്. പക്ഷെ ഇപ്പം നിങ്ങളുടെ എന്താണ് പറയാനുള്ളത് അതൊന്ന് പറഞ്ഞ് കർത്താവിന് ഒരു സന്ദേശം കിട്ടിയില്ലേ? 10 പേരെ സുഖപ്പെടുത്തിയിട്ട് ഒരാളല്ലേ വന്ന് നന്ദി പറഞ്ഞോളൂ. ഞാൻ അതിന്റെ ആദ്യം പറയും. ഞാൻ പറഞ്ഞ ഇത് അതിപ്പോൾ അതിനെ പറ്റിയുള്ള പ്രൊഫസിയായിരുന്നു ഞാൻ തന്നെ പറഞ്ഞത്, അല്ല ആത്മാവ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എൻ്റെ സ്പെഷ്യൽ ഡേ ആണ്. 11 വർഷമായി പട്ടം കെട്ടി. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ഇതുപോലത്തെ ഒരു വൈകുന്നേരം സമയം. ഞാൻ ഈ സമയത്ത് അച്ഛനായി കേട്ടോ, 4 മണിയായി അച്ഛനായിട്ട് ഇപ്പോൾ പിതാവിൻ്റെ ഇപ്പോൾ ഫോട്ടോ എടുക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഇങ്ങനെ ഞങ്ങൾ പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്താണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമുണ്ട്. അപ്പോൾ ഞങ്ങൾ 9 പേര് ഒരുമിച്ച് പട്ടം മേടിച്ചത്. ഞങ്ങൾ 9 പേര് നിരന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഒരു പാട്ടുണ്ട്, പരിശുദ്ധാത്മാവേ എന്നിൽ നിറങ്ങണമേ പൗരോഹിത്യത്തിൻ പദവി ഞങ്ങൾ. അത് ഭയങ്കര ഹ്യൂജ് അനോയിന്റിങ്ങൾ പാട്ടാണ്. ഞാനിങ്ങനെ 2 കൈ ഇങ്ങനെ നമ്മളിങ്ങനെ തല കുമ്പിട്ട് 2 കൈ പിടിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചത് ഫണ്ണായിട്ട് പ്രാർത്ഥിച്ചത് പറഞ്ഞ വാക്ക് ഹോൾസെയിലായിട്ട് എനിക്ക് മുഴുവൻ വരങ്ങളും ദാനങ്ങളും തരണമെന്ന്. അപ്പോൾ ഐ ലിറ്ററലി ഫെൽറ്റ് ദാറ്റ് അനോയിന്റിങ്. എൻ്റെ കൈ ഇങ്ങനെ കനം കൊണ്ട് താന്നു പോകുന്ന രീതിയിൽ ഞാനത് മുഴുവൻ അനുഭവിച്ചായിരുന്നു. അതിനുശേഷം എൻ്റെ ഒരു സെക്കൻഡ് പെൻഡക്കോസ്റ്റ് ആയിരുന്നു ഇന്ന് സംഭവിച്ചത്. ലിറ്ററലി ഞാനും ബ്രദറും കൂടി ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചപ്പോൾ അതൊരു ഓപ്പണിംഗ് ആയിരുന്നു. ബ്രദർ എനിക്ക് വേണ്ടി പ്രവചനങ്ങൾ നടത്തിയായിരുന്നു. ഞാൻ ഇവരുടെ അടുക്കൊന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് എനിക്ക് കൃത്യ ഫീലിംഗ് കിട്ടി. ഞാൻ ഗ്രൂപ്പിൽ വന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ മുട്ടൂത്ത് നിന്നപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും കാര്യം പിടിച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് എനിക്ക് ദ സെയിം അനോയിന്റിങ് അന്ന് എനിക്ക് കിട്ടിയതിന്റെ ആ ഒരു നിറവ് എനിക്ക് അനുഭവിക്കാൻ പറ്റി. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഇനി അച്ഛൻ എന്താ ഈ ഇവിടെ വന്നിട്ട് ധ്യാനത്തിനെ കുറിച്ച് എനിക്ക് അസൂയുണ്ട്. എനിക്ക് 2 ദിവസം പറ്റാൻ നിവൃത്തികൾ ഞാൻ വന്നോന്ന് വളരെയധികം ആഗ്രഹിച്ചതായിരുന്നു. എനിക്ക് 2 ദിവസം പറ്റാൻ പറ്റാത്തതിന്റെ എനിക്ക് പിന്നെ അസൂയ ഉണ്ടെങ്കിലും എനിക്ക് സന്തോഷമുള്ളത് ഇവരൊക്കെ ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. ഇനി തിരിച്ച് എൻ്റെ ഇടയിലേക്ക് തന്നെ വരുമല്ലോ. അപ്പോഴത്തേക്ക് എനിക്കിത് ഓരോന്ന് ടാപ്പ് ചെയ്യാലോ എന്നൊരു ആശ്വാസമുണ്ട്. ഈ ഷോർട്ട് കട്ടൊക്കെ എന്നെ കൂടി പഠിപ്പിക്കണമായിരുന്നു. ഞാൻ ചോദിച്ചു പഠിച്ചല്ലോ. കേട്ടോ ഷോർട്ട് കട്ടിലാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ ഇവിടുന്ന് കിട്ടിയ ഇത്രയും കേട്ടതിലും ഇവരുടെ സാക്ഷ്യങ്ങളിൽ നിന്നെല്ലാം കിട്ടിയ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ. എനിക്ക് ആ ഒരു ദിവസം 1000 ദിവസത്തേക്കാൾ 1000 ദിവസം പോലെയാണെന്നുള്ള ആ സാധനം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത്. ഈശോയുടെ ഉദ്ധാരത്തിന് ശേഷമുള്ള 40 ദിവസം എനിക്ക് ഉപവാസം പറ്റാത്ത ഒരാളാണ്. ഞാൻ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതെന്നെ ഭയങ്കര ഈ 2 കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്കായി. ഈശോയുടെ ഉപവാസം ആദ്യത്തെ 40 ദിവസം ഈശോയുടെ മരണത്തിന് ശേഷം ഉത്ഥാനത്തിന് ശേഷം 40 ദിവസം കണക്ഷൻ ആണുള്ളത്. പൗരോഹിത്യം എന്ന് പറയുന്നത് അവിടെയാണ് ആരംഭിക്കുന്നത് വാസ്തവത്തിൽ ഈശോയുടെ പൗരോഹിത്യം. അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. വെരി ഗുഡ്. അപ്പൊ കൈയടിച്ച് നമുക്ക് നന്ദി പറയാം. ഇനി നിങ്ങൾക്ക് ഇപ്പൊ പിടിച്ച മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാം. അതുകൂടി പറഞ്ഞിട്ട് നമ്മൾ വേഗം നിർത്താൻ പോവുകയാണ്. അധികം നീട്ടില്ല.
എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഈ ധ്യാനത്തിന് വരണമെന്ന് വിചാരിച്ചതല്ല. സാറിനറിയാം, ഒത്തിരി ലേറ്റായിട്ടാണ് ഞാൻ വരികയാണെന്ന് അതിൽ മെസ്സേജ് ഇട്ടത്. അത് വീണ്ടും 1-2 തവണ ചോദിച്ചതിന് ശേഷമാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. മനസ്സൊത്തിരി ഫ്രീ ആയി. കൂടുതൽ എളിമയോടുകൂടി പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ ലഭിച്ചതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ എനിക്ക് കിട്ടിയ 1-2 മെസ്സേജസ് ഇവിടെ ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ചപ്പോൾ, ഒന്ന് ഈ ഒരു ദിവസം 1000, ആ ഒരു മെസ്സേജ് എനിക്ക് ഭയങ്കരമായിട്ട് കർത്താവ് അത് എന്നോട് ആവശ്യപ്പെട്ടത് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അത് ഏഞ്ചൽസ് ആർമിയിലൂടെ തന്നെ ചെയ്യാനുള്ള സാധ്യത ഒരുക്കി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ഓക്കെ, അടുത്ത ആൾ വരാം. എനിക്ക് ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഞങ്ങൾ ടീം കൂടി, ഇപ്പോഴല്ല കുറേ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ഈശോ പറഞ്ഞു, ഈ ഗ്രൂപ്പിനെ വരദാനങ്ങൾ ധാരാളം ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പാക്കി ഞാൻ വളർത്തും എന്നൊരു മെസ്സേജ് മാർട്ടിൻ ഓർമ്മയുണ്ടോ? അപ്പം നമ്മൾ അന്നേട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ ചെറിയ മെസ്സേജ് കിട്ടുമെങ്കിലും ആ പ്രവചനത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെ ആരംഭമായിട്ടാണ് ഈ ഒരു വർക്ക്ഷോപ്പ് അനുഭവിക്കാൻ പറ്റിയത്. അപ്പോൾ മിനിസ്റ്ററുടെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, ഇനി ഈ ധ്യാനത്തിൽ നിങ്ങൾക്ക് കിട്ടിയ പുതിയ ബോധ്യങ്ങളെ 1-2 പേരോട് വന്ന് പറഞ്ഞാൽ നല്ലതാണ്. ഈ വർക്ക്ഷോപ്പിൽ അച്ഛനോടൊന്ന് പറയണം. അച്ഛൻ പ്ലീസ് കം ഫാദർ. കൊച്ചുരസിയയുടെ പുണ്യവാന്മാരെ, അച്ഛൻ ഞങ്ങൾക്കൊരു ഫൈനൽ ബ്ലെസ്സിങ് തരണം എന്നുള്ളതാണ് കർത്താവിൻ്റെ ഹിതവും. ഞാനൊരു 2-3 ദിവസമായി വരണമെന്ന് വിചാരിച്ചിട്ടില്ല. അല്ല, ഇപ്പൊ 1 മിനിറ്റായുള്ളൂ ഞാനിവിടെ വന്നിട്ട്. അപ്പോൾ മടി വിചാരിച്ച് നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യേണ്ടെന്ന് കരുതി, കയറണ്ടെന്ന് കരുതിയെങ്കിലും ഇനി ഡിസ്ട്രാക്ട് ചെയ്താലും നിങ്ങൾ പോവുകയല്ലേ, അതുകൊണ്ട് എന്നെ ഒന്നും ശല്യപ്പെടുത്തിയെന്ന് പറയില്ല എന്ന് കരുതി വന്നത്. പരിപാടിയൊക്കെ കഴിഞ്ഞ് തീരാറായോ? കഴിഞ്ഞു. പോവാം. ഫൈനൽ ബ്ലെസ്സിങ് മാത്രം മതി. ശരി, ഫൈനൽ ബ്ലെസ്സിങ് ഈ അച്ഛൻ കുർബാനയൊക്കെ ചൊല്ലി തന്നു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ പേര് ജോൺ കപ്പ്യാരുമലയിൽ നിന്നാണ്. ഇത് CSTക്കാരുടെ കപ്പ്യാരുമലയിലാണ്. അത്രയും പറഞ്ഞതുകൊണ്ട് പേരുദോഷത്തിൻ്റെ പേരിൽ ഒരു കന്യാസ്ത്രീ മഠത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 3 അച്ഛന്മാർ ഞാനിങ്ങടെ ചെന്നത്. അവർക്ക് കാപ്പി വലിയ പ്രധാനപ്പെട്ട റൂമിൽ വെച്ച് കൊടുക്കുകയും എനിക്ക് കാർ ഷെഡിൽ വെച്ച് തരികയും ചെയ്തു. കൊച്ചുരസിക്ക് വലിയ ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പം മറ്റച്ഛന്മാർ ചോദിച്ചു, അതെന്താ സിസ്റ്ററെ? അതെ, കപ്പ്യാരുമാർക്ക് സാധാരണ അവിടെ കൊടുക്കുന്നത്. ഇപ്പം അങ്ങനെയൊക്കെ ആക്ഷേപങ്ങളൊക്കെ ആയിട്ടും എന്നാലും ഒരു കാര്യം തമ്പുരാൻ പഠിപ്പിച്ചത് ജീവിതത്തെ സരസമായി, നിങ്ങൾക്കും കൂടെ ഉള്ള ഒരു സന്ദേശമായിട്ട് എനിക്ക് തോന്നുന്നു. ജീവിതത്തെ ഇങ്ങനെ സരസമായിട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു മെത്തേഡ് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ദുഃഖങ്ങളെ നമുക്ക് അവോയ്ഡ് ചെയ്യാനും സാഹചര്യങ്ങളെ സന്തോഷമായി തീർക്കാനും നമുക്ക് സാധിക്കും എന്ന് എൻ്റെ ചെറിയ ഒരു അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയാണ് ആ സിസ്റ്ററിനെ ഉപയോഗിച്ചത്. നമ്മൾ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. പഞ്ചാബിൽ ധ്യാനിപ്പിച്ചിട്ടില്ല. ഞാനൊരു പഞ്ചാബ് മിഷണറിയാണ്. അപ്പൊ പഞ്ചാബ് രാജസ്ഥാനിലെ CSTയുടെ ഒരു പ്രോവിൻസ് ഉണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പം അതൊരു 1000 കിലോമീറ്റർ ഇങ്ങനെ പാകിസ്ഥാൻ്റെ ബോർഡറാണ്. അപ്പം അന്ന് സാറ് വന്ന് അവിടെ ക്ലാസ് എടുക്കുകയും അച്ഛന്മാരെ ധ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ധ്യാനത്തിൻ്റെ സ്പിരിറ്റിലാണെന്ന് തോന്നുന്നു ഇന്നും ഈ വണ്ടി ഇങ്ങനെയൊക്കെ ഓടുന്നത്. അപ്പം ഏതായാലും സന്തോഷമുണ്ട്. ഞങ്ങൾ കൊച്ചുരസ്യ പുണ്യവതിയുടെ പേരിലുള്ള ഒരു സഭയാണിവിടെ. ഞങ്ങൾ 4 പ്രോവിൻസുകളാണുള്ളത്. ചെറിയ സഭ CMI പോലെ അവരുടെ ഒരു പ്രോവിൻസിൻ്റെ പോലും
ടോട്ടൽ വലിപ്പമില്ലാത്ത ഒരു പാവപ്പെട്ട മിഷണറി സമൂഹമാണ് ഞങ്ങൾ. അപ്പോൾ ചെറുതാകുന്നതിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്. ബി ലിറ്റിൽ ആൻഡ് സെർവ് ദ ലിറ്റിൽ എന്നുള്ളതാണ് മുദ്രാവാക്യം. യെസ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത്രയും കുറച്ച് പേരെ ഉള്ളല്ലോ എന്നുള്ളൊരു ചെറിയൊരു ഒബ്സർവേഷൻ എനിക്ക് തോന്നി. പക്ഷെ നിങ്ങൾ എന്തിനാണ് കൂടുതൽ കുറച്ച് കോർ ഗ്രൂപ്പ്. അപ്പം നിങ്ങൾ കർത്താവ് പറഞ്ഞ കണക്ക് 12 പേരെയാണല്ലോ തിരഞ്ഞെടുത്തത്. നിങ്ങൾ യു ഗോ ടു ദ എൻഡ് ഓഫ് ദ വേൾഡ് ആൻഡ് സ്പ്രെഡ് ദ ഗുഡ് ന്യൂസ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആകട്ടെ. സാർ നിങ്ങളെ ഒരുക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവാനുഗ്രഹം കൊണ്ട് CST-കാർക്ക് ഇത്തവണ ഒരു 21 ഓർഡിനേഷനുണ്ട്. അത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഒരെണ്ണം തീർത്ത് വന്നു. ഇനി നാളെയുണ്ട്. എല്ലാ ദിവസവും ഞങ്ങളിവിടെ ഈ ജനറലൈറ്റിലായതുകൊണ്ട് അത് റെപ്രസെൻറ്റ് ചെയ്ത് പോകേണ്ടിയിരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു തിരക്കിലായിരുന്നു. നിങ്ങൾക്കിവിടെ വലിയ അസുഖമൊന്നും ഇല്ലാതെ എല്ലാം ഭംഗിയായി പോയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സാറ് തന്ന ആ നല്ല നിർദ്ദേശങ്ങൾ ദൈവം പരിശുദ്ധ രൂപി ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് ഇവിടെ നിങ്ങൾക്ക് നൽകിയ ഒരു വ്യക്തിയാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരെയും പരിചയപ്പെടാൻ സാധിച്ചതിലും അത് നല്ല രീതിയിൽ ഇവിടെ പ്രാർത്ഥിച്ചതിനും, നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴും എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു അലയടി ഈ സ്ഥാപനത്തിലും കിട്ടിക്കാണുമല്ലോ. തീർച്ചയായിട്ടും. എപ്പോഴും ഈ ഞാൻ ഫിസിക്സ് ഒന്നും പഠിച്ച ആളല്ലെങ്കിലും ഈ റേഡിയേഷൻ എന്ന് പറയുന്നത്, അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയുടെയും വിചിന്തനത്തിൻ്റെയും ഒരു റേഡിയേഷൻ ഈ മതിലും കിടന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ മുറികളിലും ഈ സ്ഥാപനത്തിലും ലോകം മുഴുവനെയാണ് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഞാൻ വളരെ സങ്കുചിതമായി പോയി എനിക്ക് കിട്ടിയത്. അപ്പോൾ ഓക്കെ, ഞാൻ നിങ്ങൾ വീട്ടിൽ പോകാനുള്ളതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വരാൻ പോകുന്ന 2 ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്കൊരു പുതുവർഷമാണല്ലോ. അപ്പോൾ ലുക്ക് ദ പാസ്റ്റ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്, ലിവ് ദ പ്രസൻസ് മീനിങ്ഫുള്ളി ആൻഡ് ലുക്ക് ദ ഫ്യൂച്ചർ വിത്ത് ഹോപ്പ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ നിങ്ങൾക്കാകട്ടെ. ദൈവം നൽകിയ ഒത്തിരി അനുഗ്രഹങ്ങളെ, പാസ്റ്റിനെ നന്ദിയോടുകൂടെ നോക്കുവാനും ഈ ജീവിതത്തിൽ ഇപ്പോഴുള്ള അവസരങ്ങളെ സന്തോഷത്തോടെ ജീവിക്കുവാനും വരാൻ പോകുന്ന വർഷത്തെ അധികം ആകുലതകളൊന്നുമില്ലാതെ വിത്ത് ഹോപ്പ്, പ്രതീക്ഷയോടുകൂടെ ജീവിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നാണ് എനിക്കിപ്പോൾ തോന്നിയത്. ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും ധാരാളം അനുഗ്രഹം തരട്ടെ. ഇനി ആ ജനറലിൻ്റെ ഒരു ബ്ലെസ്സിങ് തന്നെ, ജനറലേറ്റിനുള്ള ഒരു ബ്ലെസ്സിങ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കാരുണ്യവാനായ കർത്താവേ, ലോകം മുഴുവൻ അങ്ങയുടെ തിരുപ്പിറവിയുടെ സന്തോഷത്തിലായിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഓരോ നല്ല അവസരങ്ങളും അതോടൊപ്പം തന്നെ ഇരട്ടി വേദനയുടേതുണ്ടായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. നിന്റെ ജനനത്തിൽ ലോകം സന്തോഷിച്ചപ്പോൾ ഇന്ന് കുഞ്ഞിപ്പൈതങ്ങളുടെ ദിവസമാരും ആഘോഷിക്കുമ്പോൾ അനേകം നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ വധിച്ചതിൻ്റെ ഒരു ഓർമ്മ, അത് സന്തോഷത്തോടുകൂടെ നന്മയ്ക്ക് എന്നും ഒരു വേദനയുടെ ഫലമുണ്ടെന്ന് നീ പഠിപ്പിച്ചിരിക്കുകയാണ്. അതിലൂടെ തഴച്ചുവിടുന്ന സഭ ഇവിടം വരെ എത്തിയല്ലോ. ഇന്നും വേദനിപ്പിക്കുന്ന സമൂഹങ്ങളിൽ നിൻ്റെ മക്കൾ നിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ സന്ദേശം നൽകുന്നവരായി മാറട്ടെ. നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഈ സഹോദരനിലൂടെയും ഇതിലൂടെ ഇത് അറ്റൻഡ് ചെയ്ത് മുമ്പോട്ട് പോകുന്നവരെയും തുടർന്നും നന്മ പ്രസരിപ്പിക്കുന്നവരാകുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ അങ്ങയുടെ ആഹാരം ഞങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കണമേ, നമ്മുടെ കർത്താവ് ശംശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. താങ്ക് യു. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. നമ്മളപ്പോൾ ഇവിടെ ധ്യാനം അവസാനിപ്പിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യട്ടെ. ചെയ്യട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ വേറെ? ഇല്ലെങ്കിൽ ദിസ് ഈസ് concluded. Okay? God bless you. ഇനി അടുത്ത വർഷം ജൂൺ മാസത്തിലോ ജൂലൈ മാസത്തിലോ
ഇതുപോലെ ഇതിനേക്കാൾ വലിയ ഒരു വർക്ക്ഷോപ്പിന് വേണ്ടി നിങ്ങൾ ഇപ്പോഴേ തന്നെ ഒരുങ്ങുക. ഈ യൂട്യൂബിൽ തന്നെ നിങ്ങൾ ഡയറക്റ്റ് യൂട്യൂബിൽ പോയാൽ പ്ലേലിസ്റ്റ് ഓൾറെഡി ഉണ്ട്. അതിൽ നിങ്ങൾ എല്ലാം ഒരു റൗണ്ട് കേൾക്കണമെന്നുകൂടി, കേട്ടാൽ നന്നായിരിക്കും. പിന്നെ നിങ്ങളെ ഇതിന് പങ്കെടുക്കാൻ സാധിക്കാത്തവരെ അത് കേൾപ്പിക്കുകയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് സാധിക്കുന്ന മാതിരി ഈ ഗ്രൂപ്പ് ചെയ്ത പോലെ നിങ്ങൾ എവിടെ ഒരുമിച്ച് കൂടുമ്പോഴും 2-3 പേർ ഇതേമാതിരി എക്സസൈസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇത് പുതുക്കിക്കൊണ്ടിരിക്കാൻ പറ്റും. സോ ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.